ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു പുതിയത് വീട് വയ്ക്കുന്ന സമയത്താണെങ്കിലും മെയിൻ്റനൻസിൻ്റെ രീതിയിലുള്ള വർക്കാണെങ്കിലും നമുക്കൊരു ബെഡ് സ്വിച്ചിൽ ഏതൊക്കെ സർക്യൂട്ടുകൾ ഏതൊക്കെ വയറുകൾ എത്ര ഗേജിൻ്റെയൊക്കെ വലിക്കണം എന്നുള്ള ഡീറ്റെയിലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം വന്നിരിക്കുന്ന വയറ് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5ൻ്റെ വയറാണ് വന്നിരിക്കുന്നത്. മെയിൻ സർക്യൂട്ടായിട്ട് വന്നിരിക്കുന്നത് 2.5ൻ്റെ വയർ നീലയും മഞ്ഞയുമാണ് വന്നിരിക്കുന്നത്. നീലയും മഞ്ഞ ആയതുകൊണ്ട് മഞ്ഞ നമ്മൾ ഫേസ് കൊടുത്തു, നീല നമ്മൾ ന്യൂട്രൽ കൊടുത്തു. 2.5 സർക്യൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹീറ്ററും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഹീറ്ററിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇതുപോലെ തന്നെ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5ൻ്റെ സർക്യൂട്ടാണ് അടുത്തിൻ്റെ കൂടെ തന്നെ വരുന്നത്. അതായത് മെയിനായിട്ട് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. ഫേസും ന്യൂട്രലും നമ്മൾ 2.5 സർക്യൂട്ട് എടുക്കും. എർത്ത് ഇതുപോലെ തന്നെ 1.5 എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷൻ എന്ന് പറയുന്നത് 1.5 റെഡ് മഞ്ഞയാണ് എടുക്കുന്നത്, 1.5 യെല്ലോ. മാസ്റ്റർ എന്ന് പറയുന്നത് 1.5 നീലയാണ് മാസ്റ്ററായിട്ട് എടുക്കുന്നത്. പിന്നെ 1.5 ഗ്രീനാണ് എർത്തായിട്ട് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാനിലേക്കുള്ള ലീഡുകൾ, ലൈറ്റിൻ്റെ ലീഡുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് 1 സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു സർക്യൂട്ടിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇതെല്ലാം തന്നെ 2.5ഉം 1.5ഉമാണ് നമ്മൾ സർക്യൂട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തെറ്റുന്ന കാര്യം വരുന്നില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയറുകൾ കംപ്ലീറ്റ് ലീഡായിട്ട് എടുക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന 1.5ൻ്റെ സ്ക്വയർ വയർ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് 2.5 ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ അടുത്ത സെക്ഷൻ, അതായത് റൂമിൽ നിന്ന് വന്നിരിക്കുന്ന അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ 1.5 ആണ് കൊണ്ടുപോകുന്നത്, ബെഡ് സ്വിച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് നമുക്കിവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ലൂപ്പ് ചെയ്തു ഫേസ്, ന്യൂട്രൽ, എർത്ത് 1.5 സർക്യൂട്ടാണ് വരുന്നത്. അത് നമ്മളൊരു 3 പിൻ വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പ്ലഗിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് വെച്ചാൽ നേരെ വരുന്നത് ബെഡ് സ്വിച്ചിലേക്കാണ് വരുന്നത്. ബെഡ് സ്വിച്ചിൽ ഇതുപോലെ തന്നെ വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ AC സർക്യൂട്ട് കൂടി വരുന്നുണ്ട്. AC സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് 2.5 ആണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ബാക്കിയെല്ലാം തന്നെ 1.5 സർക്യൂട്ടാണ് വരുന്നത്. 1.5ൻ്റെ വയറുകളാണ് യൂസ് ചെയ്യുന്നത്. മാസ്റ്റർ നമ്മൾ 1.5 ഉപയോഗിക്കുന്നു. ഇൻവെർട്ടർ സെക്ഷൻ 1.5 വയറാണ് ഉപയോഗിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ നമ്മൾ ആദ്യം നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നത് 2.5 ആണ്. അവിടെ നിന്ന് നേരെ ഇവിടേക്ക് ബെഡ് സ്വിച്ചിലേക്ക് വരുന്ന സമയത്ത് 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ആ 2.5 നമ്മുടെ റൂമിൽ വന്നിരിക്കുന്ന ആ ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഹീറ്റർ കൂടി കൊടുക്കാം. വേണമെങ്കിൽ സെപ്പറേറ്റ് വലിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ സെക്ഷനിലാണ് അത്യാവശ്യം ലൈറ്റും പ്ലഗും കാര്യങ്ങളൊക്കെ ഓടുന്നത്. അപ്പോൾ 2.5ൽ നിന്നും വേണമെങ്കിൽ ഹീറ്ററിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡ്യൂപ്പ് ചെയ്തെടുക്കണതിന് പ്രശ്നം വരുന്നില്ല. പിന്നെ വരുന്നത് AC ആണ്. ACക്ക് നമ്മൾ 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ DP സ്വിച്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 2.5ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. 2.5ൻ്റെ വയർ ഇന്ന് വന്നിരിക്കുന്നു. അത് നേരെ വന്നിരിക്കുന്നത് DBയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ DP സ്വിച്ച് ഉപയോഗിച്ച് 32 ആംസിൻ്റെ DP സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം ACയുടെ ഔട്ട് പുറത്തേക്ക് വലിച്ചു കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ബെഡ് സ്വിച്ചിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ 1 സ്ക്വയർ വയറുകളെല്ലാം തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ലീഡും ഫാനിൻ്റെ ലീഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തെറ്റിപ്പോകുന്നുള്ള പേടി വേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ വയർ ഏതൊക്കെയാണ്, അതിൻ്റെ ഗേജുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇനി അത് എവിടെയൊക്കെ കണക്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്.